മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി എന്ന് ഞാൻ അവകാശപ്പെടില്ല. അതിൻ്റെ ഒരു കാരണം, മയക്കുമരുന്ന് എന്നത് ലോകം മുഴുവൻ ഇന്ന് പടരുന്നൊരു സാമൂഹിക വിപത്താണ്. അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉപഭോഗത്തിൽ ആദ്യത്തെ 5 സംസ്ഥാനങ്ങളുടെ പട്ടിക കേരളമില്ല. പക്ഷേ പ്രചരണം എന്താ? കേരളം മയക്കുമരുന്നിൻ്റെ തലസ്ഥാനം. നാട് മുഴുവൻ ബോർഡുകൾ വെച്ചിരിക്കുക, ഹോർഡിങ്ങൾ വെച്ചിരിക്കുക. അത് മദ്യത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. അതെ, രണ്ടിൻ്റെ കാര്യം എടുത്താലും കേരളം അതിൽ വരുന്നില്ല. ഇതാണ് ഈ പോസ്റ്റ് ട്രൂത്ത് കാലത്തിൻ്റെ പ്രത്യേകത. സത്യം ഒന്നായിരിക്കും, എന്നാൽ പ്രചരണം കൊണ്ട് ഒരു വ്യാജമാണ് സത്യമായിട്ട് സ്ഥാപിക്കപ്പെടുന്നത് എന്നതാണ്. അപ്പോൾ ഈ പ്രചരണം അതിനെന്താ ഉപയോഗിക്കുന്നതെന്നറിയോ? കേരളത്തിൻ്റെ മികവിനെയാണ് ഈ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിലാണ്. അത് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് മികവാണ്. കാരണം ബാക്കി പലയിടത്തും മയക്കുമരുന്ന് ചെറിയ അളവിൽ കൈവശം വയ്ക്കുന്നത് ആരും ശ്രദ്ധിക്കാറില്ല, അതൊരു കുറ്റകൃത്യമായിട്ടേ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല, ചെറിയ അളവിലുണ്ടെങ്കിൽ പോലും പിടിക്കപ്പെടുമെന്നുള്ളതാണ് പ്രശ്നം. പിടിക്കപ്പെടും, കേസെടുക്കും. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് കേരളത്തിലാണ്. 98.5 ആണ്. കഴിഞ്ഞ 10 വർഷം എടുത്താൽ 96-ന് താഴെ പോയിട്ടേ ഇല്ല കൺവിക്ഷൻ റേറ്റ്. ഈ 2 സർക്കാരുകളുടെയും, ഒന്നാം പിണറായി സർക്കാരിൻ്റെയും 2ാം പിണറായി സർക്കാരിൻ്റെയും കാലത്തെടുത്താൽ 96-ന് താഴെ പോയിട്ടില്ല. ദേശീയ ശരാശരി 78. തെലങ്കാനയിൽ 25 എന്ന് പറഞ്ഞാൽ 100 ആളെ അറസ്റ്റ് ചെയ്താൽ 75 ആളും രക്ഷപ്പെടും. കേരളത്തിൽ 100 ആളെ അറസ്റ്റ് ചെയ്താൽ 98 ആളും ശിക്ഷിക്കപ്പെടും. ആ വ്യത്യാസമുണ്ട്. നമ്മൾ ക്രൈംബ്രാഞ്ച് ഉണ്ടാക്കി, ഗുരുതരമായ കേസുകൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കും. വലിയ റിസൾട്ട് ഉണ്ടായി. കാരണം 34 വർഷം 25 വർഷമൊക്കെയാണ് തടവ് കിട്ടിയിട്ടുള്ളത്. അന്താരാഷ്ട്ര കണ്ണികളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വലിയ ഓപ്പറേഷൻസ് നടത്തിയത്. ഒരു അനുഭവം ഞാൻ പറയാം. അൻഡമാനിൽ നമ്മളൊരു പ്രതിയെ മഞ്ചേരിയിൽ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ തുമ്പ് എത്തിച്ചത് അൻഡമാനാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് എക്സൈസ് സംഘം പോകണമെങ്കിൽ, ഉറവിടത്തിലെത്തണമെങ്കിൽ സാധാരണ എങ്ങനെ വെച്ചാൽ ഫയൽ ഈ പലതട്ട് കയറി ഇറങ്ങി മന്ത്രിയുടെ അടുത്തെത്തി മന്ത്രി ഫയലിൽ അപ്രൂവൽ കൊടുക്കണം. ഞാൻ ഫോണിലാണ് ഫോണ് കൊടുത്തു. വിമാനത്ത് ഉപയോഗിക്കണമല്ലോ, വിമാനയാത്ര നടത്തണമെങ്കിൽ ഇങ്ങനെ വേണം അപ്രൂവൽ എടുക്കാൻ. നിങ്ങൾ പോയിട്ട് വരും, ബാക്കി റാറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ സംഘം അവിടെ ചെന്നു. 100 കോടി രൂപയുടെ മയക്കുമരുന്ന് ബങ്കറിൽ ഒളിപ്പിച്ച് വെച്ചത് കണ്ടെത്തി അവിടെ വെച്ച് നശിപ്പിച്ചു. അതിനുശേഷം അൻഡമാനിലൊരു ഉദ്യോഗസ്ഥ സംഘം എന്നെ കാണാൻ വന്നിരുന്നു. അവർ പറഞ്ഞു, ആദ്യമായിട്ടാണ് പുറത്തു നിന്നുള്ളൊരു ഏജൻസി വന്ന് ഇത്രയും പ്രധാനപ്പെട്ടൊരു മയക്കുമരുന്ന് വേട്ട നടത്തുന്നത്. ഞങ്ങൾക്ക് തന്നെ അത് വളരെ ഒരു കണ്ണു തുറപ്പിക്കുന്ന അനുഭവമായിരുന്നു. നമ്മുടെ പോലീസാണ്, തൃശ്ശൂർ ഈസ്റ്റ് പോലീസാണ് ഹൈദരാബാദിൽ ചെന്ന് ഒരു ശതകോടീശ്വരനെ അറസ്റ്റ് ചെയ്തത്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സിന്തറ്റിക് ഡ്രഗ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഇട്ടിരിക്കുകയാണ്. വലിയ സിനിമാ നിർമ്മാതാവും വലിയ ഹോട്ടൽ ഉടമയും ഒക്കെ ആയിട്ടുള്ള ശതകോടീശ്വരൻ ഇപ്പോൾ ജയിലില്ല. എവിടെ? അവരല്ല പിടിച്ചത്, നമ്മുടെ പോലീസാണ് പോയിട്ട് പിടിച്ചത്. ഗുഡ്ഗാവിൽ, രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിക്ക് ചേർന്ന് ഗുഡ്ഗാവിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഫാക്ടറി ഇട്ട് സിന്തറ്റിക് ഡ്രഗ് ഉണ്ടാക്കിയ ആഫ്രിക്കൻ പൗരന്മാരുൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് പോയ പോലീസാണ്. വയനാട് എക്സൈസ് സംഘമാണ് ഒരു നൈജീരിയൻ പൗരനെ അതിവിദഗ്ധമായിട്ട് ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ എത്തിച്ച്, ഡൽഹിയിൽ എത്തിച്ച് എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. വയനാട് ഡീലിൻ്റെ ഭാഗമായി വിളിച്ചു വരുത്തി. അതെ, വിളിച്ചു വരുത്തിയിട്ട് നൈജീരിയൻ പൗരനെ അറസ്റ്റ് ചെയ്തത്. മറ്റേ തമിഴ്നാട്ടിൽ നിന്നൊരു കുപ്രസിദ്ധ കുറ്റവാളിയെ, മയക്കുമരുന്ന് കുറ്റവാളിയെ അതിസാഹസികമായിട്ട് അയാളുടെ ഒളികേന്ദ്രത്തിൽ നിന്ന് പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി ഓപ്പറേഷൻസ് നമ്മുടെ പോലീസും എക്സൈസും നടത്തിയിട്ടുണ്ട്. പിന്നെ ഉറവിടത്തിൽ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാലേ, ഉറവിടം കേരളത്തിലല്ല എന്നുള്ളതല്ല. പ്രധാന ഉറവിടം, സിന്തറ്റിക് ഡ്രഗിൻ്റെ പ്രധാന ഉറവിടം ഇവിടെ എത്തുന്നതിൻ്റെ ഉറവിടം ഒന്ന് ബാംഗ്ലൂരും മറ്റൊന്ന് ഗോവയുമാണ്. പിന്നെ നമ്മൾ പിടിച്ച പ്രതിയിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്തരം പല സ്ഥലങ്ങളിലെത്തി. ഇതിലാവശ്യം കേന്ദ്ര ഏജൻസികളും വിവിധ സംസ്ഥാന ഏജൻസികളും തമ്മിലുള്ള എഫക്റ്റീവായിട്ടുള്ള കോർഡിനേഷൻ വേണം, ഏകോപിതമായ പ്രവർത്തനം. വളരെ കുറവാണ്. അത് കേന്ദ്ര സർക്കാരാണ് ഉറപ്പുവരുത്തുന്നത്. മീറ്റിംഗൊക്കെ വിളിക്കുന്നു എന്നല്ലാതെ